പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ സ്ഥലം നല്ല ഭംഗിയുണ്ട്. ഒരു വശത്ത് കടൽ, തിരമാലകൾ അടിക്കുന്നത് കണ്ടോ? ഇവിടെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. മുക്കുവന്മാരുടെ ചെറിയ ചെറിയ തോണികൾ ഇവിടെ കാണാം. ഇത് രാമനാഥപുരം താലൂക്കിലെ രാമേശ്വരം എന്ന സ്ഥലത്തിലുള്ള ധനുഷ്കോടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, 1964 വലിയൊരു കൊടുങ്കാറ്റടിച്ച് കടൽ ഈ പ്രദേശത്തിലേക്ക് കടന്ന് ഇവിടം മുഴുവൻ നാമാവശേഷമായി എന്ന്. ഇപ്പോൾ കടലിലെ ഓളങ്ങൾ കണ്ടോ? ദൈവം അതിനൊരതിര് കൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, തിരമാലകൾ ഉരുണ്ടുവന്നാലും കരയിലെത്തിയ ഉടനെ അവിടെ നിന്ന് വീണ്ടും ഉള്ളിലേക്ക് പോകുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. തിരമാലകൾ പോലെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ദൈവം അവയ്ക്കൊരു അതിരുണ്ടാക്കി ഇതിനുമപ്പുറം വന്നു പോവരുത് എന്ന് പറഞ്ഞ് ദൈവം അവയെ തടുത്തു നിർത്തിവച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കടപ്പുറത്ത് പോയി നിന്നാലും നമ്മൾ ധൈര്യത്തോടെ പോയി നിൽക്കുന്നത്? കാരണം 20 വർഷം മുൻപ് സുനാമി വന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? സുനാമി വന്നപ്പോൾ കൂടുതലായി ബാധിക്കപ്പെട്ടത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ്. തമിഴ്നാട്ടിലായിരുന്നു അത്. ചില സ്ഥലങ്ങളിൽ ഒന്നും അവശേഷിക്കാതെ തന്നെ പോയി. വലിയൊരു അപകടം, അനേകായിരം പേര് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആ തിരകൾ ഉരുണ്ടു വരുമ്പോൾ ആ തിരകൾ അനേകം ജനങ്ങളെ മരണത്തിനിരയാക്കി. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ തിരകൾ അടിച്ചാലും നമ്മൾ ഒരു ഭയവുമില്ലാതെ കരയിൽ ചെന്ന് നിൽക്കുന്നു. എന്തുകൊണ്ടാണെന്നോ? അതായത് നമ്മൾ വിശ്വസിക്കുന്നു ഇതിനുമപ്പുറം അലയടിക്കില്ല എന്ന്. ഏതോ ഒരു ദിവസം സുനാമി വന്നു. ദിവസവും സുനാമി വരുമോ? ഇല്ല, അല്ലേ? അതുകൊണ്ട് വിശ്വാസത്തോടെ കരയിൽ ചെന്ന് നിന്ന് ആ തിരകളുടെ ഉള്ളിൽ കടലിലേക്ക് ഇറങ്ങി നമ്മുടെ കാലുകൾ നനച്ച് നമ്മൾ സന്തോഷിക്കുന്നു. കാരണം ഇതിനുമപ്പുറം തിരയടിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനം. എബ്രായർ 10:38 ദൈവം പറയുന്നു, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും എന്ന്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏതവസ്ഥയിലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. കടലിലെ തിരകൾ പോലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവിന്റെ കൂടെയുണ്ട്, ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. കാരണം ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിശ്വാസമാണ്. എബ്രായർ 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന്. ദൈവം ഉണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് എന്നും പറയുന്നു. ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ കുടുംബത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ട്, എന്റെ തൊഴിലിൽ യേശു എന്റെ കൂടെയുണ്ട്, എന്റെ ജോലിയിൽ ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു കുറവുമുണ്ടാവുകയില്ല എന്നൊരു വിശ്വാസം. ദിവസവും ഓരോ കാര്യത്തിലും ഈ വിശ്വാസം ആവശ്യമാണ്. അപ്പോഴേ നമുക്ക് ജീവിച്ചിരിക്കാനാവൂ. കാരണം വിശ്വാസമില്ലാതെ ദൈവത്തിൽ നിന്നും ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് വേദപുസ്തകത്തിൽ യാക്കോബ് 1 നാം വായിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നാം വിശ്വാസം അർപ്പിക്കണം. നിങ്ങൾ എന്തിനാണ് തളരുന്നത്? നിങ്ങളുടെ മനസ്സ് എന്തുകൊണ്ടാണ് കലങ്ങിയിരിക്കുന്നത്? ചില കാര്യങ്ങളെ എന്തിനാണ് ഭയപ്പെടുന്നത്? കാരണം സാഹചര്യങ്ങൾ തിരമാല പോലെ ഉയർന്നു വരുന്നല്ലോ. ഒരു പ്രശ്നം തീർന്നാൽ അടുത്തത്, അത് തീർന്നാൽ അടുത്തത് വരട്ടെ. എത്ര തിരകൾ വന്നാലും അതിനൊരു അതിരുണ്ടല്ലോ, അത് കടന്നു വരാനാവില്ല. ദൈവം അതിനൊരു അതിര് കുറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലേ? തിരമാലകൾ വരട്ടെ, നിങ്ങളുടെ അടുത്ത് വരെ വരും, കാലുകളെ തൊടും, പക്ഷേ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. വിശ്വാസം. ദൈവം എന്റെ കൂടെയുണ്ട്. പ്രശ്നങ്ങൾ വരും പോകും, പ്രശ്നങ്ങൾ അലയടിച്ച് വന്നോട്ടെ, പക്ഷേ അതിനെന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്റെ അടുത്ത് വരെ വരും, അകന്നു പോകും. ആ ഒരു വിശ്വാസം. കർത്താവായ യേശു എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം. ഞാൻ എത്രയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ വരും, സുനാമി പോലെ അടിച്ചു കയറും. എല്ലാം തീർന്നു എന്ന് തോന്നും. സാത്താൻ വെള്ളം പോലെ കരകവിഞ്ഞു വരും. എന്നാൽ അടുത്തുവരെ വരും, നമ്മെ തൊടില്ല, നശിപ്പിക്കില്ല, പുറകോട്ട് വലിയും. തിരകൾ പിൻവാങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പിൻവാങ്ങി പോകും. ഇന്നു മുതൽ മാറ്റങ്ങൾ കാണും. എന്തിനാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായിരിപ്പിൻ. യേശു എന്റെ കൂടെയുണ്ട്, എന്റെ അടുത്തുണ്ട്, എന്നെ സംരക്ഷിക്കും എന്ന് വിശ്വസിക്കൂ. സാഹചര്യങ്ങൾ മാറും. വിശ്വാസത്തോടെ പറയുമോ, യേശുവേ, ഞാൻ അങ്ങയുടെ ബലത്തെ വിശ്വസിക്കുന്നു, അങ്ങ് എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കൂടെ എന്റെ കുടുംബത്തിലുണ്ട്. സ്തോത്രം. എന്റെ ജോലിയിലും ബിസിനസ്സിലുമെല്ലാം കൂടെയുണ്ട്.
അതിനാൽ ഒന്നിനും എന്നെ നശിപ്പിക്കാനാവില്ല, ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമേറ്റെടുക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ